ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഓൺലി ഫ്രണ്ട്സ് ഡ്രീം ഓണിൻ്റെ മൂന്നാമത്തെ എപ്പിസോഡാണ്. ഈ എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത്. ഈ ഒരു ഫ്ലാഷ് ബാക്കിൽ ഡീൻ ടുവേനെ വിളിച്ചുകൊണ്ട് ഒരു ക്ലബ്ബിലേക്ക് വരുന്നുണ്ട്. എന്നാൽ ടുവയ്ക്കാണെങ്കിൽ താല്പര്യമില്ലെങ്കിലും ഡീൻ അവനിങ്ങനെ വലിച്ചുകൊണ്ട് വരാണ്. ആ സമയത്ത് ഡീനും ജാക്കൊക്കെ ഡേറ്റിംഗ് ആണ്. അവരങ്ങനെ വരുമ്പോഴത്തേക്കും അവിടെ ജാക്കും അവൻ്റെ ഫ്രണ്ടായിട്ടുള്ള ബോസ്റ്റനെ നിൽക്കുന്നുണ്ട്. വരുമ്പോൾ തന്നെ ബോസ്റ്റനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. തൻ്റെ അവിടെ ബിസിനസ് മാനേജ്മെൻറ്റ് പഠിച്ചുകൊണ്ടിരുന്ന ഒരു ഫ്രണ്ടാണെന്നൊക്കെ പറഞ്ഞിട്ട്. ആ സമയം തന്നെ ഡീൻ തൻ്റെ ബോയ് ഫ്രണ്ട് ആണെന്ന് പറഞ്ഞിട്ടും ബോസ്റ്റനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ടുവ തൻ്റെ കൂടെ പഠിക്കുന്ന ഒരു ഫ്രണ്ടാണെന്ന് പറഞ്ഞിട്ടും പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ആ സമയം പറയുന്നുണ്ട് ജാക്കിൻ്റെ അടുത്ത്, നിന്റെ സെലക്ഷൻ കൊള്ളാം, നിന്റെ ബോയ് ഫ്രണ്ട് അടിപൊളിയാണല്ലോ എന്ന്. ആ സമയം തന്നെ ടുവയുടെ അടുത്ത് അവൻ്റെ പാർട്ണർ എന്താണ് വരാത്തതെന്ന് ബോസ്റ്റൺ ചോദിക്കുന്നുണ്ട്. അതിന് ടുവ മറുപടി കൊടുക്കുന്നതിന് മുന്നേ തന്നെ ഡീൻ പറയുന്നുണ്ട് ടുവയ്ക്ക് ഒരു പാർട്ണർ ഇല്ല, ഒരാളെ കണ്ടുപിടിച്ച് കൊടുക്കാനായിട്ട്. എന്നാൽ ടുവ ഇല്ല എനിക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം തന്നെ ഡീൻ ആണെങ്കിൽ ഡ്രിങ്ക്സ് എടുത്തിട്ട് വരാമെന്നൊക്കെ പറഞ്ഞിട്ട് ജാക്കിനെ വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അങ്ങനെ ടുവയും ബോസ്റ്റനും മാത്രമായിട്ട് അവിടെ ആയി പോകുന്നുണ്ട്. ബോസ്റ്റൺ ആണെങ്കിൽ ടുവയുടെ അടുത്ത് നീ ഡ്രിങ്ക് ചെയ്തോ കുഴപ്പമൊന്നുമില്ല ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ട് ടുവയ്ക്ക് ഡ്രിങ്ക് ചെയ്യാനൊക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു മൊമെൻറ്റിൽ വെച്ചിട്ട് അവർ ക്ലോസ് ആവുന്നുണ്ട്, അവർ തമ്മിൽ ഇൻറ്റിമേറ്റ് ആവുന്നുണ്ട്. അതിനുശേഷം അങ്ങനെ ബോസ്റ്റൻ്റെ റൂമിൽ ഇങ്ങനെ ഇവർ രണ്ടിനും കിടക്കുന്ന സമയത്ത് ബോസ്റ്റൺ അവൻ്റെ ക്യാമറ എടുത്തിട്ട് ഒരു ഫോട്ടോ എടുക്കാനായി പോകുന്നുണ്ട്. ടുവ ആ സമയം എന്തിനാണെന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ബോസ്റ്റൺ അപ്പോൾ അത് പിന്നെ ഇങ്ങനെ ഇൻറ്റിമേറ്റ് ആയൊക്കെ കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ മൊമെൻറ്റ്സ് ക്യാപ്ചർ ചെയ്യാനായിട്ട് തനിക്ക് ഇഷ്ടമാണെന്ന് പറയാണ് ടുവ. അപ്പോൾ എല്ലാവരുടെയും കൂടെ ഇങ്ങനെ ഇൻറ്റിമേറ്റ് ആയി കഴിയുമ്പോഴത്തേക്കും നീ ഫോട്ടോ എടുക്കുമെന്ന് വയ്ക്കുമ്പോൾ ഇല്ല സ്പെഷ്യലായിട്ടുള്ളവരുടെ കൂടെ മാത്രമേ ഫോട്ടോ എടുക്കാറുള്ളൂ എന്ന് പറഞ്ഞിട്ട് ടുവയുടെയും ഒരു ഫോട്ടോ അവൻ എടുക്കുന്നുണ്ട്. അടുത്ത് പ്രസൻറ്റ് സിറ്റുവേഷനിലേക്ക് വരുവാണെങ്കിൽ ബോസ്റ്റൺ കഴിഞ്ഞ എപ്പിസോഡിൽ ഇവരുടെ ആ ഒരു ഗ്രൂപ്പിലേക്ക് എൻ്റർ ആയത് നമ്മൾ കണ്ടതാണ്. അതും ബോസ്റ്റൺ ഇവരുടെ ഫോട്ടോഗ്രാഫറായിട്ടാണ് വന്നിരിക്കുന്നത്. സോ നെക്സ്റ്റ് കോളേജിൽ ഇവരുടെ ആ ഒരു പ്ലേയുടെ കാര്യങ്ങളെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റേതായ ഫോട്ടോയ്ക്കും കാര്യങ്ങൾക്കെല്ലാം കൂടെ ആയിട്ട് കാസ്റ്റിനെയും അതിൻ്റെ പുറകിലുള്ള എല്ലാവരും കൂടെ നിർത്തിയിട്ട് ബോസ്റ്റൺ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. ഓരോരുത്തരും നിൽക്കേണ്ട പൊസിഷനൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ ബോസ്റ്റൺ ടുവയുടെ ഷർട്ടൊക്കെ ഇങ്ങനെ നേരെയാക്കി കൊടുക്കുന്നുണ്ട്. അതിനിപ്പോൾ മനഃപൂർവ്വം ടുവയുമായിട്ട് വീണ്ടും ക്ലോസ് ആവാനായിട്ട് ചെയ്യുന്നതാണെന്നൊന്നും അറിയത്തില്ല. അതിനുശേഷം പിന്നീട് കോസ്റ്റ്യൂം ചേഞ്ചിനൊക്കെ വേണ്ടിയിട്ട് ഈ ടുവയുടെ അടുത്തേക്ക് വരുന്ന സമയത്ത് നിൻ്റെ ഫസ്റ്റ് ടൈം ആയിട്ടുള്ള ബോസ്റ്റനെ കണ്ടില്ല നീ ഓക്കെ ആണെന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ സമയം കുഴപ്പമൊന്നുമില്ല, ഇനിയിപ്പോൾ അതും പറഞ്ഞ് നീ ചുമ്മാ എന്നായിട്ട് അളക്കണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ഈനപ്പോൾ എന്തായാലും ഫസ്റ്റ് ടൈം ആയിട്ട് നിനക്ക് കിട്ടിയത് ഒരു 1.5 ഐറ്റത്തിനാണല്ലോ എന്ന് പറയുമ്പോഴത്തേക്കും നീയല്ലേ എന്നെ പിടിച്ച് വലിച്ചുകൊണ്ട് അവർ ക്ലബ്ബിലേക്ക് കൊണ്ടുപോയത്, ഞാൻ വരുന്നില്ല നേരത്തെ പറഞ്ഞല്ലേ എന്ന് ടുവ പറയുന്നുണ്ട്. ആ സമയം ഡീനാണെങ്കിൽ അത് ശരി ഇപ്പോൾ എല്ലാം കൂടെ എൻ്റെ തലയ്ക്കായോ, നീയാണ് ബോസ്റ്റൻ്റെ കൂടെ അവൻ്റെ വീട്ടിലേക്ക് പോകാണെന്ന് പറഞ്ഞിട്ട് എന്നെ ഇട്ടിട്ട് പോയത്, എന്നിട്ടിപ്പോൾ എല്ലാം എൻ്റെ തലയ്ക്കായോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും ആ മതി എന്നൊക്കെ ടുവ പറയുന്നുണ്ട്. ഡീനെ ചേഞ്ച് ചെയ്യാനുള്ള ജാക്കറ്റും ആ സമയത്ത് തന്നെ ടുവ എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ സമയമാണ് അങ്ങോട്ടേക്ക് അർണോൾഡ് നടന്നു വരുന്നത്. ആ സമയം പറയുന്നുണ്ട് പേടിക്കേണ്ട, നിൻ്റെ ഫസ്റ്റ് ടൈം മാറ്റിയിട്ട് നിനക്ക് കംഫോർട്ട് തരാനായിട്ടുള്ള അതിൻ്റെ അടുത്ത ആൾ വന്നിട്ടുണ്ട്, നീ അവനെ സെറ്റാക്കാനുള്ള വഴി നോക്കാനായിട്ട് പറയുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട് നീ ഇന്നലെ അവനെ കിസ് ചെയ്തോ, കിസിൻ്റെ കാര്യമൊക്കെ സംസാരിച്ചോന്ന്. ടുവ അപ്പോൾ അവർ കിസിനെ പറ്റി ചോദിക്കാനുള്ള ധൈര്യം എനിക്കില്ലാന്ന് പറയുമ്പോൾ ഡീനാണെങ്കിൽ അതൊക്കെ നിന്നെ കൊണ്ട് പറ്റും പോയി സെറ്റാക്കാനൊക്കെ പറഞ്ഞിട്ട് ഡീൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. അങ്ങനെ അർണോൾഡും അവൻ്റെ ആ ഒരു ഡ്രസ്സ് ചേഞ്ചിങ്ങിന് വേണ്ടി വന്നതായിരുന്നു. അങ്ങനെ അർണോൾഡ് വന്ന് നിൽക്കുമ്പോൾ തന്നെ അവനിടാനുള്ള ജാക്കറ്റൊക്കെ ടുവ എടുത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ ഒരു കിസിൻ്റെ കാര്യം എനിക്ക് സംസാരിക്കണമായിരുന്നു പറഞ്ഞിട്ട് അവൻ സംസാരിച്ച് തുടങ്ങുന്നുണ്ട്. ആ സമയം അർണോൾഡാണെങ്കിൽ കുഴപ്പമില്ല, ഞാനാണെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നേ ഇല്ല, നീയും ഡ്രിങ്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാനും ഡ്രിങ്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിനെക്കുറിച്ച് ഓർത്ത് ഓവർ തിങ്ക് ആക്കണ്ടെന്ന് പറയുന്നുണ്ട്. ടുവ അപ്പോൾ ഞാനും ഓവർ തിങ്ക് ഒന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് നിൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചേ ഉള്ളൂ, ഇപ്പോൾ നമ്മളെന്തായാലും കിസ് ചെയ്ത സ്ഥിതിക്ക് പ്ലേ ഇല്ല, റൊമാൻറ്റിക് സീൻസ് എല്ലാം നിനക്ക് നന്നായിട്ട് ഇനി ചെയ്യാൻ പറ്റുമായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അർണോൾഡ് അപ്പോൾ അതേന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. അതിനുശേഷം പിന്നീട് ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് ഡീൻ നിൽക്കുന്ന സമയത്ത് അവൻ്റെ അടുത്തേക്ക് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് റാഫി വന്ന് നിൽക്കുന്നുണ്ട്. ആ സമയം ഡീനാണെങ്കിൽ എങ്ങനെയൊക്കെയോ നീ വീണ്ടും ഈ ഒരു പ്ലേക്കകത്ത് കയറി പറ്റിയല്ലോ എന്നിങ്ങനെ പറയുന്നുണ്ട്. ആ സമയം റാഫി ആണെങ്കിൽ എന്ത് ചെയ്യാനാ, ജാക്കാണെങ്കിൽ വന്ന് ചോദിച്ചതല്ലേ എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും പാവം തോന്നിയിട്ട് ചോദിച്ചായിരിക്കും എന്ന് തിരിച്ച് ഡീൻ പറയുന്നുണ്ട്. റാഫി ആ സമയം എന്തായാലും അവനുമായിട്ട് ഇൻറ്റിമേറ്റ് ആയിട്ട് റോള് തട്ടിയെടുക്കുന്നതിനേക്കാളും നല്ലതാണ് എൻ്റെ ഈ ഒരു വഴി എന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് മേക്കപ്പായ 2 എക്സ് ബോയ് ഫ്രണ്ട്സ് തമ്മിൽ വീണ്ടും ഇഷ്ടമുള്ളതുകൊണ്ട് തന്നെ ഇൻറ്റിമേറ്റ് ആയി എന്നാണ് അതിനെയൊക്കെ പറയാറെന്ന് തിരിച്ച് ഡീൻ പറയുന്നുണ്ട്. എന്നിട്ട് റാഫിയോട് അവൻ പറയുന്നുണ്ട് നീ ജാക്കിനോട് ഇഷ്ടമാണെന്ന് പറഞ്ഞു, അവൻ നിന്നെ റിജക്ട് ചെയ്തു, അവൻ ഡയറക്റ്റ് ചെയ്യുന്ന പ്ലേയിൽ കയറി പറ്റാൻ നോക്കി, എന്നിട്ട് നിനക്കൊരു സപ്പോർട്ടിങ് റോൾ മാത്രമല്ലേ കിട്ടിയുള്ളൂ എന്ന്. റാഫി ആ സമയം നീ ചെന്ന് താഴേക്കൊന്നും വിടാതെ നോക്കിക്കോ, കാരണം ഞാൻ കയറി ചവിട്ടി കളയുമെന്ന് പറയുമ്പോൾ നിനക്കെന്നെ തൊടാൻ പോലും പറ്റില്ല എന്ന് ഡീൻ തിരിച്ചു പറയുന്നുണ്ട്. ആ സമയം തന്നെ ഫോട്ടോഷൂട്ടിന് വേണ്ടി വിളിക്കുകയാണ്. അങ്ങനെ അവരുണ്ടിന് ചെന്ന് നിൽക്കുന്നുണ്ട്. അർണോൾഡും അവരുടെ അടുത്തേക്ക് വന്ന് നിൽക്കുകയാണ്. അതിനുശേഷം ഫോട്ടോ ഒക്കെ എടുത്ത് കഴിയുമ്പോഴത്തേക്കും ബാക്ക് സ്റ്റേജിൽ ഫുഡ് കഴിക്കാനായിട്ട് ഫുഡൊക്കെ എടുത്ത് വെച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് റാഫി വന്ന് നിൽക്കുന്നുണ്ട്. അവിടെ തന്നെ റോമോ ഉണ്ടായിരുന്നു. അതേസമയം റാഫിയുടെ ഫ്രണ്ട് പീറ്റ് വന്നിട്ട് കുറച്ച് വർക്കിൻ്റെ ആവശ്യമുണ്ട്, ഞാൻ ഇപ്പോഴേ പോകാമെന്ന് പറഞ്ഞ് ബായ് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നുണ്ട്. അതിനുശേഷം റാഫി ആണെങ്കിൽ ഫുഡ് എടുക്കാൻ നിൽക്കുമ്പോഴത്തേക്കും ആ ഒരു ഫുഡെല്ലാം തന്നെ അവനാണെങ്കിൽ എടുക്കാൻ നോക്കിയിട്ട് അവിടെ തിരിച്ചു വയ്ക്കുന്നുണ്ട്. ആ സമയം റോം വന്നിട്ട് എന്ത് പറ്റിയെന്ന് നോക്കുമ്പോൾ അതിന് എനിക്ക് സീ ഫുഡ് ഇഷ്ടമല്ല, പിന്നെ സീ ഫുഡ് കഴിക്കുമ്പോൾ എനിക്ക് ഇടയ്ക്ക് അലർജിക് റിയാക്ഷൻസ് ഒക്കെ വരാറുണ്ടെന്ന് പറയുന്നുണ്ട്. ആ സമയം റോമാണെങ്കിൽ അവൻ്റെ ഫുഡ് എടുത്ത് കൊടുത്തിട്ട് എൻ്റെത് സീ ഫുഡല്ല ചിക്കൻ ആണെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അത് കഴിച്ചോളാൻ നീ പറയുന്നുണ്ട്. എന്നാൽ റാഫി ആണെങ്കിൽ ഇല്ല വേണ്ട ഞാൻ വേറെ എന്തെങ്കിലും ഓർഡർ ചെയ്യാമെന്ന് പറയുമ്പോൾ അത് ചെയ്യാൻ നിൽക്കണ്ട, എനിക്ക് സീ ഫുഡിനോട് അലർജി ഉള്ളത് അവർക്കാർക്കും അറിയത്തില്ലായിരിക്കും, അതുകൊണ്ട് തന്നെ അവർ വാങ്ങിച്ചു വെച്ച ഫുഡ് നീ കഴിക്കാതിരിക്കുമ്പോഴത്തേക്കും നീ ചിലപ്പോൾ റൂഡായിട്ട് പെരുമാറുകയാണെന്ന് അവർ വിചാരിച്ചേക്കാം, സോ നീ ഇത് കഴിക്കാനായിട്ട് പറയുന്നുണ്ട്. ആ സമയം റാഫി എന്തോ പറ്റി ഇതിൻ്റെ അകത്ത് വല്ല സംഭവങ്ങളെല്ലാം ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നീ എന്തായാലും ഡ്രാമ വല്ലതും കാണാറുണ്ടോ, അങ്ങനെയൊന്നുമില്ല
കഴിക്കാനേ പറയുന്നുണ്ട്. അങ്ങനെ റാഫി അത് വാങ്ങിച്ചിട്ട് കഴിക്കാനായിട്ട് ഒരിടത്ത് ചെന്നിരിക്കുമ്പോൾ റോമും അങ്ങോട്ടേക്കിങ്ങനെ വന്നിരിക്കുന്നുണ്ട്. റാഫിയോട് ചോദിക്കുന്നുണ്ട് എന്നിട്ട് നമുക്കാണെങ്കിൽ ഇവിടുത്തെ വർക്ക് കഴിഞ്ഞിട്ട് സ്വിമ്മിങ്ങിന് പോയാലോ എന്ന്. ആ സമയം റാഫി ആണെങ്കിൽ എന്തോ ഒരു പന്തികേട് ഉണ്ടല്ലോ എന്നുള്ള രീതിയിൽ റോമിനെ നോക്കുമ്പോഴത്തേക്കും നമ്മളുടെയും 2 തവണ ഇൻറ്റിമേറ്റ് ആയി. അക്കാര്യം നമ്മുടെ ഇടയിൽ തന്നെ നിൽക്കും. പിന്നെ ഇൻറ്റിമേറ്റ് ആയി എന്ന് എഴുതിയിട്ട് നമുക്ക് ഫ്രണ്ട്സ് ആവാനൊന്നും പാടില്ലല്ലോ, വേറെ ഒന്നും കൊണ്ടല്ല, ജസ്റ്റ് പോകാനായിട്ട് ഞാൻ വിളിച്ചതെന്ന് പറയുമ്പോൾ റാഫി ആണെങ്കിൽ ഓക്കെ ഇവിടുത്തെ വർക്ക് കഴിയട്ടെ എന്നിട്ട് പറ്റുവാണെങ്കിൽ ഞാൻ വരാമെന്ന് പറയുന്നുണ്ട്. അതിനുശേഷം ജാക്കിനെ കാണിക്കുകയാണെങ്കിൽ അവനൊരിടത്ത് പുറത്തേക്ക് വന്നിരിക്കുന്ന സമയത്ത് ഡീൻ അവൻ്റെ അടുത്തേക്ക് വന്നിട്ട് നീ എന്തിനാണ് ബോസ്റ്റനെ ഇവിടുത്തെ ഫോട്ടോഗ്രാഫർ ആവാനായിട്ട് വിളിച്ചു വരുത്തിയെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം അതിനെന്താ പ്രശ്നമെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും നിനക്കൊരു കാര്യം അറിയോ, ബോസ്റ്റനാണെങ്കിൽ ട്യൂവേനെ പറ്റിച്ച് ഇട്ടിട്ട് പോയതാണ്, എന്നിട്ടാണ് നീ അവനെ വിളിച്ചു വരുത്തിയെന്ന് ചോദിക്കുമ്പോഴത്തേക്കും നീ സീരിയസ് ആയിട്ടാണ് പറയുന്നതെന്ന് ജാക്ക് ചോദിക്കുന്നുണ്ട്. ആ സമയം അതെ സീരിയസ് ആയിട്ട് പറയാണ്, അതുകൊണ്ട് തന്നെ ഈ ഒരു ഷൂട്ട് കഴിയുന്നതും അവനെ പറഞ്ഞു വിടാനേ ആവശ്യപ്പെടുന്നുണ്ട്. ജാക്ക് അതിന് മറുപടിയായിട്ട് ഇല്ല പറ്റത്തില്ല, ഈ ഒരു എൻ്റയർ പ്ലേയുടെയും ബിഹൈൻഡ് ദ സീൻസ് ഷൂട്ട് ചെയ്യാനായിട്ട് ഞാൻ അവനെയാണ് ഏൽപ്പിച്ചിരിക്കുന്നതെന്ന് പറയുന്നുണ്ട്. ആ സമയം വേറെ ആർക്കെങ്കിലും കൊടുക്കാനേ പറയുമ്പോൾ അതൊന്നും പറ്റത്തില്ല, നിനക്ക് തന്നെ അറിയുന്നുള്ള കാര്യമില്ല നമുക്കിവിടെ സ്പോൺസേഴ്സ് ഒന്നും ഇല്ലാന്ന്, അതുകൊണ്ട് തന്നെ പൈസയുടെ കാര്യത്തിൽ നമുക്ക് പ്രശ്നമുണ്ട്, അപ്പോൾ നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നത് ബോസ്റ്റൺ ആണെന്നും പറയുന്നുണ്ട്. അത് ശരിയായതുകൊണ്ട് തന്നെ പിന്നെ ഡീനും എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അതുകൊണ്ട് തന്നെ ജാക്ക് പറയുന്നുണ്ട് ഒരു കാര്യം ചെയ്യാം, നീ ട്യൂവേനെ നോക്കിക്കോ, ഞാൻ ബോസ്റ്റനെ നോക്കിക്കോളാം, രണ്ടുപേരും ഒരുമിച്ച് വരാത്ത രീതിയിൽ എന്തെങ്കിലും ചെയ്യാമെന്ന് പറയുന്നുണ്ട്. ആ സമയം ഡീനാണെങ്കിൽ ഓക്കെ നീ ശ്രദ്ധിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് തിരിഞ്ഞ് നടന്നു പോകാനേ തുടങ്ങുന്നുണ്ട്. എന്നാവും തിരിച്ചു വന്നിട്ട് പിന്നെ ഒരു കാര്യം കൂടെ, ഇന്ന് ഞാൻ നിൻ്റെ വീട്ടിലേക്ക് വരുമെന്ന് പറയുന്നുണ്ട്. ജാക്കപ്പോൾ അതെന്തിനാണെന്ന് നോക്കുമ്പോൾ ഒന്നുമില്ല, ഞാൻ കഴിഞ്ഞ തവണ വന്നപ്പോഴത്തേക്കും എൻ്റെ പേഴ്സ് അവിടെ വെച്ചിട്ട് പോയി, ഞാൻ അത് എടുക്കാനായിട്ടാണ് വരുന്നതെന്ന് പറയുമ്പോഴത്തേക്കും അത് വേണ്ട ഞാൻ തന്നെ നിനക്ക് കൊണ്ടുവന്നോളാന്ന് പറയുന്നുണ്ട്. ഡീനാണെങ്കിൽ അപ്പോൾ അതെന്താ നീയും എന്നെ പറ്റിച്ചിട്ട് പോകാനായിട്ട് പോവുകയാണോ, എന്താ നീയും നിൻ്റെ ഫ്രണ്ടും ഒരുപോലെയാണെന്ന് ഇങ്ങനെ ചോദിച്ചിട്ട് അവിടെ നടന്നു പോകുന്നുണ്ട്. അതിനുശേഷം ട്യൂവേനെ കാണിക്കുമ്പോൾ അവൻ കോസ്റ്റ്യൂംസ് ഒക്കെ എടുത്തു വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് ബോസ്റ്റൺ വന്നിട്ട് കോസ്റ്റ്യൂംസ് എല്ലാം നല്ല അടിപൊളിയായിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ട്യൂവ അത് കേട്ടു എന്നൊരു ഭാവം നടിക്കുന്നതല്ലാണ്ട് അത് മറുപടിയൊന്നും കൊടുക്കുന്നില്ല. അപ്പോൾ ബോസ്റ്റൺ ആണെങ്കിൽ എന്ത് പറ്റി മുമ്പത്തെ കാര്യത്തിൽ ഇപ്പോഴും ദേഷ്യം ഉണ്ടോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ എന്തിനു ഞാൻ ദേഷ്യം കാണിക്കണമെന്ന് ട്യൂവ ചോദിക്കുന്നുണ്ട്. ആ സമയം ബോസ്റ്റൺ പക്ഷേ ഇപ്പോഴും ആ ഒരു പഴയ കാര്യങ്ങളെല്ലാം നിൻ്റെ മനസ്സിലില്ലേന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ട്യൂവ അതിനൊരു മറുപടി കൊടുക്കുന്നില്ല. ആ സമയം ബോസ്റ്റൺ പറയുന്നുണ്ട് അല്ലെങ്കിൽ തന്നെ അത് എങ്ങനെ മറക്കാനാ, പ്രത്യേകിച്ച് നിൻ്റെ ഫസ്റ്റ് ടൈം ആയിട്ടുള്ളൊരു കാര്യം, പിന്നെ ഏറ്റവും അടിപൊളിയായിട്ടല്ലേ നിനക്കത് കിട്ടിയെന്നൊക്കെ പറയുമ്പോഴത്തേക്കും പിന്നെ അടിപൊളിയായിട്ടുള്ളതായിരുന്നെന്ന് ആരാ പറഞ്ഞത്, നിന്നെക്കാളും ബെറ്റർ ആയിട്ട് എത്രയോ പേരുണ്ടെന്ന് തിരിച്ച് ട്യൂവ പറയുന്നുണ്ട്. ആ സമയം അപ്പോൾ അതിൻ്റെ അർത്ഥം നീയാണെങ്കിൽ മറ്റൊരാളെ ഇപ്പോൾ നോക്കുന്നുണ്ടെന്നാണോ, ആരാ ആളെന്നൊക്കെ തന്നെ ട്യൂവയോട് തിരിച്ച് ബോസ്റ്റൺ ചോദിക്കുന്നുണ്ട്. ആ സമയം ട്യൂവ അതിന് ഞാൻ മറുപടി പറയേണ്ട ആവശ്യമുണ്ടോ എന്നിങ്ങനെ ചോദിച്ചിട്ട് പോകാനേ നിൽക്കുന്നുണ്ട്. എന്നാൽ ബോസ്റ്റൺ അവനെ തടങ്ങി വെച്ചിട്ട് അവനോട് പറയുന്നുണ്ട് നമുക്കാണെങ്കിൽ പഴയ കാര്യങ്ങളെല്ലാം വിട്ടുകളയാം, നമുക്ക് ഒന്നിന്ന് സ്റ്റാർട്ട് ചെയ്യാം, അത് നീയുമായിട്ട് സ്റ്റാർട്ട് ചെയ്യണമെന്നാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം, ഞാൻ നിൻ്റെ അടുത്ത് ഇപ്പോൾ പറയാനായിട്ട് വന്നത് ഞാൻ നിന്നെ വളയ്ക്കാനായിട്ട് പോവുകയാണെന്നാണ്. അതും പറഞ്ഞുകൊണ്ട് തന്നെ ബോസ്റ്റൺ അവിടെ നടന്നു പോകുന്നുണ്ട്. എന്നിട്ട് ബോസ്റ്റൺ വ്യൂവേഴ്സിനോട് പറയുന്ന പോലെ സംസാരിക്കുന്നുണ്ട് ഞാൻ തിരിച്ചെത്തിയെന്ന്. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് റോമിനെ റാഫിനെയാണ്. നേരത്തെ റോം വിളിച്ചതുകൊണ്ട് തന്നെ റാഫി ഇപ്പോൾ വർക്കെല്ലാം കഴിയുമ്പോഴത്തേക്കും അവൻ്റെ അവിടെ സ്വിമ്മിങ്ങിന് വേണ്ടിയിട്ട് നേരെ പോകുന്നുണ്ട്. അവിടെ ചെല്ലുന്ന സമയത്ത് റോമാണെങ്കിൽ ഇച്ചിരി ഫുഡ് വന്നപ്പോഴത്തേക്കും നീ എൻ്റെ കൂടെ വന്നല്ലോ എന്ന് പറയുമ്പോൾ റാഫിയാണെങ്കിൽ എങ്കിൽ പിന്നെ ഞാൻ പോയേക്കാന്നും പറഞ്ഞിട്ട് തിരിച്ച് നടന്നു പോകാൻ നിൽക്കുന്നുണ്ട്. എന്നാൽ റോമാണെങ്കിൽ അയ്യോ പോവല്ലേന്നും പറഞ്ഞിട്ട് അവനെ വിളിച്ചുകൊണ്ട് കയറി പോകുമ്പോഴാണ് റോമിൻ്റെ ഒരു ഫ്രണ്ട് അങ്ങോട്ടേക്ക് വരുന്നത്. ആ ഒരു പയ്യൻ വന്നിട്ട് ഇപ്പോൾ വർക്കിന് നിന്നെ അങ്ങനെ ആവശ്യത്തിന് കിട്ടാറില്ലല്ലോ, നീ ഭയങ്കര കുറവായിട്ടാണല്ലോ വരുന്നതെന്ന് പറയുമ്പോഴത്തേക്കും അത് പിന്നെ ഇപ്പോൾ കോളേജിൽ ഫൈനൽ ഇയർ ആയതുകൊണ്ട് തന്നെ ഒരുപാട് പഠിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ അങ്ങനെ തിരക്കായി പോയി, അതുകൊണ്ടാണ് ഒരുപാട് വർക്കൊന്നും ഇങ്ങനെ എടുക്കാത്തതെന്ന് പറയുന്നുണ്ട്. ആ സമയം ഒരു പയ്യനാണെങ്കിൽ പക്ഷേ ഇന്നത്തെ വർക്കിന് നീ വരണം, നിന്നെ തന്നെ വേണമെന്ന് പ്രത്യേകം അവർ അറിയിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഉറപ്പായിട്ട് ഞാൻ വരാമെന്നും പറയുന്നുണ്ട്. ആ സമയം തന്നെ നിൻ്റെ മറ്റൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നല്ലോ, അവനിപ്പോൾ കാണാനില്ല, അവൻ്റെ പേരെന്തായിരുന്നു, ജെയിംസ് ഡീൻ, അവനെ കാണാനേ ഇല്ല, അവനെ കാണുവാണെങ്കിൽ അവൻ്റെ അടുത്ത് കൂടെ ജോയിൻ ചെയ്യാനായിട്ട് ആവശ്യപ്പെടുന്നുണ്ട്. ആ സമയം ഓക്കെ എനിക്കിപ്പോൾ അവനായിട്ട് അങ്ങനെ വേറെ കണക്ഷനൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു കോൺവെർസേഷൻ മനഃപൂർവ്വം റോം അങ്ങ് മാറ്റിവിടുന്നുണ്ട്. അതേസമയം റാഫിക്ക് സംശയമാണ്, കാരണം ഇപ്പോൾ കേട്ട ജെയിംസ് ഡീൻ എന്ന് പറഞ്ഞ പേര് അത് തനിക്കറിയാമെന്നല്ല ജാക്കിൻ്റെ എക്സ് ബോയ് ഫ്രണ്ട് ആയിട്ടുള്ള ഇപ്പോൾ അവൻ്റെ ശത്രുവായിട്ട് ഇരിക്കുന്ന അവൻ്റെ കൂടെ തന്നെ പഠിക്കുന്ന ആ ഒരു ഡീൻ തന്നെയാണെന്നൊരു സംശയം. അപ്പോൾ അവനാണെങ്കിൽ അത് ഉറപ്പിക്കാമെന്നിങ്ങനെ വിചാരിച്ചിട്ട് ഇവരിങ്ങനെ സ്വിമ്മിങ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇവൻ പതുക്കെ റോമിൻ്റെ അടുത്തേക്കൊക്കെ വന്ന് നിന്നിട്ട് അവനെ ടച്ച് ചെയ്യാനായി തുടങ്ങുന്നുണ്ട്. റോം അപ്പോൾ ഇത് പബ്ലിക് പ്ലേസ് ആണെന്ന് പറയുമ്പോൾ പക്ഷേ പബ്ലിക് പ്ലേസ് വെച്ച് ചെയ്യുന്നതല്ലേ നിനക്ക് ഇഷ്ടമെന്ന് തിരിച്ച് റാഫി ചോദിക്കുന്നുണ്ട്. എന്നിട്ട് റാഫിയോട് അവൻ ചോദിക്കുന്നുണ്ട് നീയാണെങ്കിൽ ഈ വലിയ വലിയ പാർട്ടികളിലൊക്കെ പോയിട്ട് ഹോസ്റ്റ് ആയിട്ടാണ് നിൽക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അങ്ങനെയൊന്നുമല്ല, ഞാൻ ജസ്റ്റ് അവിടുത്തെ ഇങ്ങനെ DJ ആയിട്ട് നിൽക്കുന്ന ഒരാളാണെന്ന് പറയുന്നുണ്ട്. ആ സമയം ഈ ജെയിംസ് ഡീൻ ആരാന്ന് ചോദിക്കുന്നുണ്ട്. എന്നാൽ മനഃപൂർവ്വം റോമാണെങ്കിൽ മറച്ചു വെച്ചിട്ട് എനിക്കറിയത്തില്ല, എനിക്ക് ഓർമ്മയില്ല എന്ന് പറഞ്ഞിട്ട് അവൻ അതിനങ്ങ് വിട്ട് കളയുന്നുണ്ട്. റോമിൻ്റെ ഇന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കാൻ വേറെ വഴിയില്ലാത്തതുകൊണ്ട് തന്നെ റാഫി റോമിനെ ഭയങ്കര ഇൻറ്റിമേറ്റ് ആയിട്ട് ടച്ച് ചെയ്യാനായി തുടങ്ങുന്നുണ്ട്. ആ ഒരു ടച്ചിൽ റോം അങ്ങ് വീണ് പോകുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് റാഫി ഇന്ന് പോകുന്ന പാർട്ടിക്ക് എന്നെയും കൊണ്ടുപോകാമെന്ന് ചോദിക്കുന്നുണ്ട്. എന്നാൽ റോം പറ്റത്തില്ല എന്ന് പറയുമ്പോഴത്തേക്കും റാഫി റോമിനെ ടച്ച് ചെയ്യുന്ന അങ്ങ് നിർത്തുന്നുണ്ട്. റോം അപ്പോൾ എന്തിനാ നിർത്തിയെന്ന് ചോദിക്കുമ്പോൾ നീ എന്നെ പാർട്ടിക്ക് കൊണ്ടുപോയാൽ അല്ലെങ്കിൽ അങ്ങനെ ടച്ച് ചെയ്യുള്ളൂ എന്ന് പറയുന്നുണ്ട്. ആ സമയം പറയുന്നുണ്ട് നീ എന്തായാലും എന്നെ ടച്ച് ചെയ്ത് തുടങ്ങിയതല്ലേ, അതങ്ങ് കണ്ടിന്യൂ ചെയ്തുകൂടെയെന്ന്. എന്നാൽ റാഫി ആണെങ്കിൽ ഇല്ല നീ എന്നെ കൊണ്ടുപോയില്ലെങ്കിൽ ഞാൻ എന്നെ ടച്ച് ചെയ്യത്തില്ല എന്ന് പറയുമ്പോൾ റോം വേറെ വഴിയില്ലാത്തതുകൊണ്ട് തന്നെ ഓക്കെ എന്ന് പറയുന്നുണ്ട്.
എന്നാൽ അതിൻ്റെ കൂടെ തന്നെ അവൻ്റെ അടുത്ത് പറയുന്നുണ്ട്, പക്ഷെ നീ അവിടെ വെച്ച് എന്ത് കണ്ടാലും കാണാത്ത ഭാവം നടിച്ചോണം, അവിടെ പലതും നടക്കുന്നുണ്ടായിരിക്കും എന്ന്. റാഫി അത് സമ്മതിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം റാഫി റോമിനെ വീണ്ടും ഇൻറ്റിമേറ്റ് ആയിട്ട് ടച്ച് ചെയ്യാനായിട്ട് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് അർണോൾഡിനെയും ടുവേനെയാണ്. ഇപ്പോൾ ടുവേനെ അർണോൾഡ് ആണെങ്കിൽ കുറച്ച് കോസ്റ്റ്യൂംസിൻ്റെ സംഭവങ്ങളെല്ലാം തന്നെ അവൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്തിരിക്കുകയാണ്. ഇവർ വീട്ടിൽ വന്ന് കയറുമ്പോഴാണ് കറക്റ്റ് മഴയും തുടങ്ങുന്നത്. അതേപോലെ ടുവ പറയുന്നുണ്ട് മഴയ്ക്ക് തൊട്ട് മുന്നെയാണല്ലോ നമ്മൾ എത്തിയെന്ന്. ആ സമയം അർണോൾഡ് ഇങ്ങനെ റൂമിന് ചുറ്റും നോക്കിയിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, കോസ്റ്റ്യൂംസിൻ്റെ ഒരുപാട് സംഭവങ്ങൾ നിൻ്റെ കയ്യിലുണ്ടല്ലോ എന്ന്. ടുവ അപ്പോൾ അത് പിന്നെ ഭാവിയിൽ എന്തെങ്കിലും പ്രോജക്റ്റ് വല്ലതും ചെയ്യാനായിട്ട് കിട്ടിയാൽ ആവശ്യം വരുമല്ലോ എന്ന് എഴുതി വെച്ചേക്കുന്നതാണെന്നും പറയുന്നുണ്ട്. അപ്പം തന്നെ മഴ ഭയങ്കര ശക്തമാവുന്നുണ്ട്. അർണോൾഡിന് തിരിച്ചു പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ടുവ പറയുന്നുണ്ട്, ഒരു കാര്യം ചെയ്യ്, ഇന്ന് ഇവിടെ സ്റ്റേ ചെയ്യുക, അല്ലെങ്കിൽ മഴ മാറുന്നവരെങ്കിലും ഇവിടെ നിൽക്കാനേ പറയുന്നുണ്ട്. ആ സമയം അർണോൾഡ് അത് വേണോ, ഡീനെയും കൂടെ ബുദ്ധിമുട്ടിക്കാനായിട്ട് എനിക്ക് താല്പര്യമില്ലെന്ന് പറയുമ്പോൾ അങ്ങനെയൊന്നുമില്ല, അവൻ ഡെയിലി ഇങ്ങോട്ടേക്ക് വരാറ് പോലുമില്ല, അതുകൊണ്ട് തന്നെ നീ അക്കാര്യം ഓർത്തൊന്നും ടെൻഷൻ ആവണ്ടെന്ന് പറയുന്നുണ്ട്. അർണോൾഡ് അപ്പോൾ എങ്കിൽ പിന്നെ ഇന്നിങ്ങനെ ഇവിടെ നിൽക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഒന്ന് കുളിക്കാമെന്ന് പറഞ്ഞ് അവൻ ഡ്രസ്സ് മാറ്റുന്നുണ്ട്. ആ സമയം എങ്കിൽ പിന്നെ ഞാൻ പോയി ടവൽ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് ടുവയും അകത്തേക്ക് കയറി പോകുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് ജാക്കും ബോസ്റ്റണും ഒരു ക്ലബ്ബിൽ നിൽക്കുന്നതാണ്. ആ സമയം ജാക്കാണെങ്കിൽ ബോസ്റ്റണിനോട് നീ എന്തോ ന്യൂയോർക്കിൽ നിന്ന് തിരിച്ചു വരാൻ, ആ സ്ഥലം അടിപൊളിയല്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും സത്യം പറഞ്ഞാൽ ആ സ്ഥലം വേറെ ലെവലാണ്, നമുക്ക് ഇഷ്ടമുള്ളവരായിട്ട് ഇൻറ്റിമേറ്റ് ആവാം, വൺ നൈറ്റ് സ്റ്റാൻഡ്, അടിച്ചുപൊളി, ഇഷ്ടമുള്ള പോലെയൊക്കെ ജീവിക്കാമെന്ന് പറയുന്നുണ്ട്. ജാക്കപ്പോൾ നീ തിരിച്ചു വരുമെന്ന് ഇങ്ങനോട്ട് എക്സ്പെക്ട് ചെയ്തില്ല എന്ന് പറയുമ്പോഴത്തേക്കും ആ സ്ഥലം ആക്ച്വലി അടിപൊളിയാണെങ്കിലും പിന്നീട് എനിക്കങ്ങ് മടുത്തു, ഇവിടെ തന്നെ ശരിക്കും കംഫർട്ടബിൾ, പിന്നെ നീയും അങ്ങോട്ടേക്ക് ഒരിക്കൽ പോയി നോക്ക്, നിനക്ക് നല്ല ഇഷ്ടപ്പെടും എന്ന് പറയുമ്പോൾ എനിക്കും പോകണമെന്ന് ആഗ്രഹമുണ്ടെന്ന് ജാക്ക് പറയുന്നുണ്ട്. ആ സമയം ബോസ്റ്റൺ നീയും ഡീനും വീണ്ടും സെറ്റായോ എന്ന് ചോദിക്കുന്നുണ്ട്. ജാക്ക് അപ്പോൾ അങ്ങനെയൊന്നും ഇല്ല എന്ന് പറയുമ്പോൾ ബോസ്റ്റൺ ആണെങ്കിൽ നീ നിൻ്റെ എക്സിൻ്റെ കൂടെ വീണ്ടും ഒരുമിച്ച് വർക്ക് ചെയ്യുമെന്ന് ഇങ്ങനെ ഒട്ടും വിചാരിച്ചില്ല എന്ന് പറയുമ്പോൾ എനിക്ക് ഒരു ബൗണ്ടറി കീപ്പ് ചെയ്യാനായിട്ട് നന്നായിട്ട് തന്നെ അറിയാമെന്ന് പറയുന്നുണ്ട്. ആ സമയം കറക്റ്റ് ഡീനാണെങ്കിൽ ജാക്കിനെ കോൾ ചെയ്യുന്നുണ്ട്. ആ കോൾ കാണുമ്പോഴത്തേക്കും സംസാരിച്ചപ്പോൾ തന്നെ കറക്റ്റ് ആൾ വിളിക്കുന്നുണ്ടല്ലോ, എനിക്ക് അവൻ നിന്നെ ഉണ്ടെന്ന് വിട്ടിട്ട് പോകും തോന്നില്ല എന്ന് ബോസ്റ്റൺ പറയുന്നുണ്ട്. ജാക്ക് അങ്ങനെ ആ ഒരു കോൾ അറ്റൻഡ് ചെയ്യുമ്പോൾ ഡീനാണെങ്കിൽ നിൻ്റെ റൂമിൻ്റെ പാസ്വേഡ് നീ മാറ്റിയോ, എനിക്ക് കയറാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ അതെന്തിനാ നീ അന്വേഷിക്കാൻ വരുന്നതെന്ന് ജാക്ക് തിരിച്ച് ചോദിക്കുന്നുണ്ട്. ആ സമയം ഡീൻ അപ്പം നിനക്ക് അങ്ങനെയല്ലേ കളിക്കേണ്ടത്, ഓക്കെ ശരി എന്ന് പറഞ്ഞ് കോൾ കിട്ടിയുന്നുണ്ട്. അതിനുശേഷം ഡീനെ കാണിക്കുകയാണെങ്കിൽ ഡീൻ ഇപ്പോൾ ജാക്കിൻ്റെ റൂമിൻ്റെ ഫ്രണ്ടിൽ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. ജാക്കാണെങ്കിൽ താമസിക്കുന്ന ഒരു അപ്പാർട്ട്മെൻറ്റ് ഏരിയയാണ്. സോ അവിടുത്തെ ഫ്രണ്ട് ഓഫീസിലോട് ചെന്നിട്ട് ഇതേപോലെ റൂം എനിക്ക് ഓപ്പൺ ചെയ്ത് തരണമെന്ന് ഡീൻ പറയുന്നുണ്ട്. എന്നാൽ അവിടെ നിൽക്കുന്ന ആൾ പറയുന്നുണ്ട് സോറി അത് പറ്റത്തില്ല, അവിടെ താമസിക്കുന്ന ആൾക്ക് മാത്രമേ അത് ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ എന്ന്. ഡീൻ അപ്പോൾ പിന്നെ ഒരു അഭിനയം അങ്ങ് കാഴ്ച വയ്ക്കുന്നുണ്ട്. ചെറുതായിട്ട് കരഞ്ഞുകൊണ്ടൊക്കെ അവൻ പറയുന്നുണ്ട് എൻ്റെ ബോയ് ഫ്രണ്ട് അവൻ കുറച്ച് ദിവസമായിട്ട് ഭയങ്കര പ്രഷറിലാണ്, അവനാണെങ്കിൽ എന്തൊക്കെയോ കാര്യങ്ങൾ പറയുന്നുണ്ട്, അവൻ എന്തെങ്കിലും മോശമായിട്ട് ചെയ്തോ എന്ന് എനിക്ക് പേടിയാണ്, വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല, അവൻ ആ റൂമിൻ്റെ അകത്ത് എന്താ ചെയ്തതെന്ന് എനിക്ക് അറിയത്തില്ല, അവൻ അവിടെ കിടന്ന് മരിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അയാൾക്ക് ഒരു ടെൻഷനായിട്ട് ശരിയെന്ന് പറഞ്ഞ് അയാൾ ചെന്നിട്ട് കീ കാർഡൊക്കെ യൂസ് ചെയ്ത് ആ ഡോർ ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നുണ്ട്. സമാധാനമായിട്ട് കാര്യങ്ങൾ സംസാരിച്ച് പ്രശ്നം സോൾവ് ചെയ്യാനും താനിവിടെ പുറത്ത് തന്നെ നിൽക്കാനും അയാൾ പറയുന്നുണ്ട്. ഡീൻ അങ്ങനെ ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഡോർ ക്ലോസ് ചെയ്യുന്നുണ്ട്. അയാൾ അവിടെ തന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതുകൊണ്ട് തന്നെ അയാൾ ഒഴിവാക്കാനായിട്ട് ഡീനാണെങ്കിൽ ഈ ഡോർ ഓപ്പൺ ചെയ്തിട്ട് പറയുന്നുണ്ട് അവൻ ഭയങ്കര ഉറക്കമാണ്, അവൻ ഡ്രിങ്കൊക്കെ ചെയ്തിട്ടുണ്ട്, ഇവിടുന്ന് ബാക്കി കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം, നിങ്ങൾ പൊക്കോളാനേ പറയുന്നുണ്ട്. അങ്ങനെ അയാൾ ഉറപ്പല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് അയാൾ പോകുന്നുണ്ട്. അങ്ങനെ ഡീൻ ഡോറൊക്കെ ക്ലോസ് ചെയ്തിട്ട് ജാക്കിൻ്റെ റൂമിൻ്റെ അകത്ത് കയറിയിട്ട് കുറച്ച് സംഭവങ്ങളെല്ലാം അടുക്കിയും പറക്കിയൊക്കെ വെക്കുന്നുണ്ട്. ആ സമയമാണ് ഒരു ഡ്രോയർ ഓപ്പൺ ആയിരിക്കുന്ന അവൻ കാണുന്നത്. അത് ക്ലോസ് ചെയ്ത് വെക്കാൻ പോകുമ്പോഴത്തേക്കും ഒരു പേപ്പർ കാണുന്നുണ്ട്. സംഭവം ഒരു റീഹാബിലേഷൻ സെൻറ്ററിലോട്ട് പോയതിൻ്റെ ഒരു പേപ്പറായിരുന്നു. അത് കാണുമ്പോൾ അവൻ ഷോക്കായി പോകുന്നുണ്ട്. കാരണം ജാക്ക് റീഹാബിലേഷൻ സെൻറ്ററിൽ പോയ കാര്യം അവൻ ഇന്നേ വരെ അറിഞ്ഞിട്ടില്ല. കുറച്ച് കഴിയുമ്പോൾ ജാക്ക് തിരിച്ചു വരുന്നുണ്ട്. വരുമ്പോൾ തന്നെ അവൻ്റെ റൂമിൽ ആരോ കയറുന്നവന് മനസ്സിലാവുന്നുണ്ട്. അത് ഡീൻ തന്നെ ആയിരിക്കുന്നു കരുതിയിട്ട് ഓടിച്ചെന്ന് അവൻ ഡോർ ഓപ്പൺ ചെയ്യുന്നുണ്ട്. അകത്തേക്ക് കയറി നോക്കുമ്പോൾ ഡീൻ അവിടെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. ജാക്കാസം നീ അങ്ങനെ അകത്തേക്ക് കയറി നോക്കുമ്പോഴത്തേക്കും അതല്ലല്ലോ ഇവിടുത്തെ മെയിൻ കാര്യം, ഇതെന്താ സംഭവം എന്ന് വെച്ചിട്ട് ആ ഒരു റീഹാബിലേഷൻ സെൻറ്ററിൻ്റെ ആ ഒരു പേപ്പർ എടുത്ത് കാണിക്കുന്നുണ്ട്. ഡീൻ എന്നിട്ട് ജാക്കിൻ്റെ അടുത്തേക്ക് വന്നിരിക്കുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട് നീ എപ്പോഴാണ് റീഹാബിലോട്ട് പോയത്, ഇതിനെക്കുറിച്ച് എന്താ ഞാൻ അറിയാത്തതെന്ന്. ആ സമയം അത് നീ അറിയേണ്ട ആവശ്യമില്ല എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ ചോദിച്ചതിന് നീ മറുപടി പറയും, അതിന് മാത്രം നീ ഒരു ആൽക്കഹോളിക് ആയിരുന്നു എന്ന് ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും ഞാൻ അങ്ങനെ ആയിത്തീരാൻ കാരണം നീ ഒരാളാണെന്ന് പറയുന്നുണ്ട്. ഡീൻ ആ സമയം ഞാനാണെങ്കിൽ മുമ്പുണ്ടായ ഒരു കാര്യങ്ങൾക്കെല്ലാം തന്നെ സോറി പറഞ്ഞ് എല്ലാ പ്രശ്നവും ഒതുക്കാനായിട്ട് റെഡിയാണ്. കാരണം അന്ന് ഞാൻ ചെയ്തത് എൻ്റെ ജോലി മാത്രമായിരുന്നു, അല്ലാതെ നീ തെറ്റിദ്ധരിക്കുന്ന രീതിയിൽ മറ്റൊന്നും തന്നെ ഇല്ല, അത് നീ മനസ്സിലാക്കുക, എനിക്ക് എല്ലാ കാര്യങ്ങളും പഴയതുപോലെ ആക്കണമെന്ന് ആഗ്രഹമുണ്ടെന്ന് പറയുമ്പോൾ ജാക്ക് പറയുന്നുണ്ട് വീണ്ടും പഴയ സ്ഥാനത്ത് പോയി നിന്ന് കഷ്ടപ്പെടാനായിട്ട് എനിക്ക് വയ്യ, അതുകൊണ്ട് നീ ഇവിടുന്ന് മര്യാദയ്ക്ക് ഇറങ്ങിപ്പോകാനായിട്ട്. എന്നാൽ ഡീനാണെങ്കിൽ പോകത്തില്ല എന്ന് പറയുമ്പോൾ ജാക്ക് വീണ്ടും പോകാനേ പറയുന്നുണ്ട്. അതേ ഭാഷയിൽ തന്നെ ഡീൻ ഞാൻ പോകത്തില്ല എന്ന് തന്നെ പറയുന്നുണ്ട്. അങ്ങനെ ജാക്ക് ഓക്കെ ശരിയെന്ന് പറഞ്ഞിട്ട് ഡീൻ അവൻ എടുത്ത് പൊക്കിക്കൊണ്ട് നേരെ ഡോറിൻ്റെ പുറത്തേക്ക് ഇങ്ങനെ തള്ളി വിടുന്നുണ്ട്. എന്നിട്ട് അവൻ ഡോറിൽ ലോക്ക് ചെയ്യുന്നുണ്ട്. ഡീൻ പുറത്ത് നിന്ന് തട്ടി വിളിക്കുന്നുണ്ട്. എന്നാൽ ജാക്ക് മൈൻഡ് പോലും ചെയ്യുന്നില്ല. ശേഷം അർണോൾഡിനെയും ടുവേനെയും കാണിക്കുകയാണെങ്കിൽ അർണോൾഡ് അവിടെ ഇന്ന് സ്റ്റേ ചെയ്യാൻ തീരുമാനിച്ചുകൊണ്ട് തന്നെ അവൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് വന്നിട്ട് രണ്ടുപേരും ഒരുമിച്ചിരുന്ന് ഒരു സിനിമ കാണുന്നുണ്ട്. ആ സമയമാണ് ഒരു ഡോർ നോക്ക് ചെയ്യുന്ന സൗണ്ട് കേൾക്കുന്നത്. ടുവ അങ്ങനെ ചെന്ന് കർട്ടൻ മൂവ് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും അവിടെ നിൽക്കുന്നത് ബോസ്റ്റൺ ആയിരുന്നു. അങ്ങനെ അവൻ ഡോർ ഓപ്പൺ ചെയ്തിട്ട് നീ എന്താ ഇവിടെ എന്നൊക്കെ എന്നെ ചോദിക്കുന്നുണ്ട്. ആ സമയം ബോസ്റ്റൺ ഞാൻ നിന്നെ കാണാൻ വന്നേന്നൊക്കെ പറയാണ്. ആ സമയം അർണോൾഡ് അവിടെ പുറകിരിക്കുന്നുണ്ട്. ആ ഹായ് അർണോൾഡ് എന്നൊക്കെ ബോസ്റ്റൺ പറയുന്നുണ്ട്. അർണോൾഡും തിരിച്ച് ഹായ് എന്നൊക്കെ പറയുന്നുണ്ട്. ബോസ്റ്റൺ അകത്തേക്ക് കയറി ചെന്ന് നോക്കുമ്പോഴത്തേക്കും ഇവർ സിനിമ കണ്ടോണ്ടായിരുന്നു ഇരുന്നത് എന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ ഞാനും ജോയിൻ ചെയ്യട്ടെ എന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്.
ചോദിക്കുന്നുണ്ട് അർണോൾഡ്. അപ്പോൾ അതിനെന്താ എല്ലാവരും ഉണ്ടെങ്കിൽ നല്ല അടിപൊളിയല്ലേ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ബോസ്റ്റൺ അർണോൾഡിൻ്റെ അടുത്ത് ഇരിക്കുന്നുണ്ട്. ടുവയ്ക്കാണെങ്കിൽ തീരെ ഇഷ്ടപ്പെടുന്നില്ല. അവൻ അതുകൊണ്ട് തന്നെ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും ബോസ്റ്റൺ ആണെങ്കിൽ എന്താ നോക്കുന്ന ഇരിക്കാനൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ടുവയും അവിടെ അങ്ങ് ഇരിക്കുകയാണ്. ആ സമയം ബോസ്റ്റൺ അർണോൾഡിനോട് പറയുന്നുണ്ട് ഞാനാണെങ്കിൽ നിന്റെ അടുത്ത് നേരത്തെ സെറ്റിൽ വെച്ച് പറയണമെന്ന് വിചാരിച്ചതായിരുന്നു. നിന്റെ ബോഡി ശരിക്കും അടിപൊളിയാണ്. ന്യൂയോർക്കിൽ ഞാനാണെങ്കിൽ ഫോട്ടോഷൂട്ടൊക്കെ ചെയ്തുകൊണ്ടിരുന്ന മോഡൽസിൻ്റെ ബോഡി പോലെയാണ് നിൻ്റെയും ബോഡി. കുറച്ചുകൂടെ പ്രാക്ടീസ് ഉണ്ടെങ്കിൽ നിനക്ക് ഉറപ്പായിട്ടും ഒരു റൺവേ മോഡലാവാൻ പറ്റും. അത് മാത്രമല്ല ഹോമിയോ കോസ്റ്റ്യൂംസിൽ നിന്നെ കാണാൻ അടിപൊളിയാണെന്നും ബോസ്റ്റൺ പറയുന്നുണ്ട്. ആ സമയം അർണോൾഡ് അതെല്ലാം ടുവയുടെ കഴിവാണ്, അവൻ നല്ല സൂപ്പറായിട്ടാണ് കോസ്റ്റ്യൂംസ് ചെയ്യുന്നത്, അതുകൊണ്ടാണെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ബോസ്റ്റൻ്റെ അടുത്ത് ന്യൂയോർക്കിൽ എന്ത് വർക്കാണ് ചെയ്തുകൊണ്ടിരുന്നത് അർണോൾഡ് ചോദിക്കുന്നുണ്ട്. ബോസ്റ്റൺ അപ്പോൾ അവൻ്റെ ഫോൺ എടുത്ത് കാണിച്ചിട്ട് അവൻ ചെയ്ത കുറച്ച് സ്ട്രീറ്റ് വെയർ ബ്രാൻഡിൻ്റെയൊക്കെ ഫോട്ടോ ഷൂട്ടും സംഭവങ്ങളെല്ലാം കാണിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് ഞാനിപ്പോൾ എൻ്റെ ഒരു പോർട്ട്ഫോളിയോ റെഡി ആയിക്കൊണ്ട് നിൽക്കുകയാണ്, അതിന് നീ മോഡലാകാമോന്ന്. അർണോൾഡ് അപ്പം തന്നെ അതിനെന്താ ഞാൻ റെഡിയാണെന്ന് പറയുന്നുണ്ട്. എന്നാൽ ബോസ്റ്റൺ ഇതുപോലെ അർണോൾഡുമായിട്ട് ക്ലോസ് ആവുന്നത് ടുവയ്ക്ക് തീരെ ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ താൻ പോയി സ്നാക്സ് എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് ടുവ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ട്. ആ സമയം അർണോൾഡിന് എന്തോ പ്രശ്നമുള്ളതിലേക്ക് തോന്നുന്നുണ്ട്. അതിനുശേഷം റാഫിയോട് പറഞ്ഞ പോലെ തന്നെ അവനെ ആ ഒരു DJ പാർട്ടിയിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. റാഫിയാണെങ്കിൽ ഫുൾ ടൈം റോമിൻ്റെ കൂടെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. ആ സമയം റോമിനോട് ചോദിക്കുന്നുണ്ട് അല്ല നീ എന്തിനാ ഈ വർക്കൊക്കെ ഇങ്ങനെ ചെയ്യുന്നത്, നിനക്ക് പൈസയുടെ ആവശ്യമുണ്ടെന്ന് കണ്ടിട്ട് തോന്നുന്നില്ലല്ലോ എന്ന്. ആ സമയം പൈസയ്ക്ക് വേണ്ടിയിട്ടല്ല, കുറച്ചുകൂടെ കൂടുതൽ എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ അതിന് ആരാവാൻ എൻ്റെ താല്പര്യം ഒന്ന് തിരിച്ച് ചോദിക്കുന്നുണ്ട്. റോം അപ്പോൾ എനിക്കാണെങ്കിൽ വലിയ കോൺസേർട്ടിലൊക്കെ DJ പ്ലേ ചെയ്യണം, എനിക്ക് ടുമാറോ ലാൻഡിലൊക്കെ ഒരു DJ ആയിട്ട് നിൽക്കണമെന്ന് പറയുമ്പോൾ എൻ്റെ പൊന്നെ ഭയങ്കര വലിയ ആഗ്രഹങ്ങളാണല്ലോ, നീയും ജാക്കും ഒരുപോലെയാണല്ലോ എന്ന് പറയുന്നുണ്ട്. ആ സമയം ഞാനും അവനും ഒരുപോലെയാണെന്നൊന്നും പറഞ്ഞുകൊണ്ട് നീ വരല്ലേ, അവനാണെങ്കിൽ എൻ്റെ സെയിം DNA ബ്ലഡ് പോലും അല്ല എന്ന് പറയുന്നുണ്ട്. ആ സമയമാണ് സ്വിമ്മിംഗ് പൂളിൽ വെച്ച് ഇവർ കണ്ട ആ ഒരു ജെയിംസ് ഡീൻ എന്ന് പറഞ്ഞ ഒരു പയ്യനെ പറ്റിയിട്ട് റോമിനോട് സംസാരിച്ച ആ ഒരു വ്യക്തി അങ്ങോട്ടേക്ക് വരുന്നത്. അവൻ്റെ പേര് ബാസ് എന്നാണ്. അവനെ കണ്ടതും കൂടുതൽ കാര്യങ്ങൾ ചോർത്താൻ വേണ്ടിയിട്ട് തന്നെ റോമിനോട് റാഫി ഞാൻ ഒന്ന് സ്മോക്ക് ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് നേരെ ബാസിൻ്റെ അടുത്തേക്ക് റാഫി ചെന്നിരിക്കുന്നുണ്ട്. റാഫിനെ കാണുന്നതും ആ നീ ഈ പാർട്ടിക്ക് ഉണ്ടായിരുന്നു, അവൻ നിന്നെ കൊണ്ടുവരുന്ന ഞാൻ തീരെ വിചാരിച്ചില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം റാഫിയാണെങ്കിൽ എനിക്കും ഈ ഒരു വർക്കൊക്കെ ചെയ്യണം താല്പര്യമുണ്ട്, ഞാനിവിടെ ജോയിൻ ചെയ്താലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നിനക്ക് താല്പര്യം നീ ജോയിൻ ചെയ്തോ, വേണമെങ്കിൽ ഇന്ന് തന്നെ ജോയിൻ ചെയ്തോളാനേ പറയുന്നുണ്ട്. റാഫി ആ സമയം ഞാൻ വിചാരിച്ചാൽ എനിക്ക് ജെയിംസ് ഡീനെയും തിരിച്ച് വർക്കിലേക്ക് കൊണ്ടുവരാൻ പറ്റുമെന്ന് പറയുമ്പോൾ നിനക്കും ആ ഒരു ജെയിംസ് ഡീനെ അറിയാമോ എന്ന് ബാസ് ചോദിക്കുന്നുണ്ട്. ആ സമയം നമ്മൾ രണ്ടും ഒരേ ഡീനെ കുറിച്ചാണോ സംസാരിക്കുന്നത് എനിക്ക് അറിയത്തില്ല, ആണെങ്കിൽ അവൻ എൻ്റെ ഫ്രണ്ടാണ്, ഞാൻ അവനെ തിരിച്ചു കൊണ്ടുവരാം, ഒരു ഫോട്ടോ കാണിച്ചു തരാമോ, എനിക്ക് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറയുന്നുണ്ട്. ബാസ് അപ്പോൾ പറയുന്നുണ്ട് ഡീനാണെങ്കിൽ കഴിഞ്ഞ വർഷമാണ് നമ്മളോട് ഇവിടെ വർക്കിന് വേണ്ടിയിട്ട് നിന്നത്, അവനാണെങ്കിൽ ഇതുപോലെ കസ്റ്റമേഴ്സിനെ എല്ലാം തന്നെ എൻ്റർടൈൻ ചെയ്യിപ്പിക്കും, അതായിരുന്നു പരിപാടി എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട് ഇവൻ്റെ ശത്രുവായിട്ടുള്ള ഡീൻ തന്നെയാണ് ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ആ സമയം തന്നെ ബാസിനെ മറ്റൊരു പയ്യൻ വിളിക്കുന്നതുകൊണ്ട് തന്നെ ബാസ് അവൻ്റെ ഫോൺ അവിടെ ഓണാക്കി വെച്ചിട്ട് നിൻ്റെ കോൺടാക്ട് നമ്പർ ഇതിലേക്ക് അയക്കാനായിട്ട് പറഞ്ഞ ശേഷം അവിടുത്തെ എഴുന്നേറ്റ് പോകുന്നുണ്ട്. ആ ഒരു അവസരം മുതലാക്കി റാഫി അവൻ്റെ കോൺടാക്ട് എൻ്റെ അത് സേവ് ചെയ്ത ശേഷം ആ ഒരു വീഡിയോ അവൻ്റെ ഫോണിലേക്ക് സെൻഡ് ചെയ്യുന്നുണ്ട്. ഇതിന് പണിയെടുക്കാനായിട്ട് റാഫിക്ക് കിട്ടിയ ഒരു ഒന്നൊന്നര സംഭവമായിരുന്നു ഇത്. അതുകൊണ്ട് തന്നെ പിറ്റേ ദിവസം സ്ക്രിപ്റ്റ് റീഡിംഗ് ആയിരുന്നു ഇവരുടെ ഒരു പ്ലേയിൻ്റെ. ആ സമയത്ത് റാഫി ഒരു ഫേക്ക് അക്കൗണ്ടിൽ നിന്ന് എല്ലാവരുടെ ഫോണിലേക്കും ഇവരുടെ ആ ഒരു ഫാക്കൽറ്റിയുടെ ഗ്രൂപ്പിലേക്ക് ഈ ഒരു വീഡിയോ സെൻഡ് ചെയ്യാണ്. എല്ലാവരുടെ ഫോണിലും ഒരുമിച്ചായിരുന്നു നോട്ടിഫിക്കേഷൻസ് പോകുന്നുണ്ടായിരുന്നത്. അങ്ങനെ ഓരോരുത്തരായിട്ട് ഫോൺ എടുത്ത് നോക്കുന്നുണ്ട്. ആ സമയം ജാക്കൊക്കെ അവൻ്റെ ഫോൺ മാറ്റി വെച്ചേക്കായിരുന്നു. അതുകൊണ്ട് തന്നെ കാര്യം മനസ്സിലാകത്തുണ്ട് ബാക്കി എല്ലാവരും എടുത്ത് ഫോൺ മാറ്റി വയ്ക്കാനും സ്ക്രിപ്റ്റ് റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാമെന്നും പറയുന്നുണ്ട്. എന്നാൽ എല്ലാവരും ഫോൺ മാറ്റാത്ത ഒരു വീഡിയോ തന്നെ കാണുമ്പോൾ എന്താ സംഭവം എന്നറിയാൻ ടുവയും എല്ലാം ഫോൺ എടുത്ത് നോക്കുന്നുണ്ട്. കാര്യം മനസ്സിലാകുമ്പോൾ ടുവയും ടിമ്മയും എല്ലാം തന്നെ ജാക്കിനും ഡീനും ഒരു വീഡിയോ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഉടനെ തന്നെ പ്രശ്നമാവാതിരിക്കാൻ ജാക്ക് നമുക്ക് നാളെ കണ്ടിന്യൂ ചെയ്യാം, എല്ലാവരും പൊക്കോ എന്നൊക്കെ പറഞ്ഞ് അവരെ പറഞ്ഞു വിടുന്നുണ്ട്. ടുവയും അർണോൾഡിനോട് നമുക്ക് പിന്നെ സംസാരിക്കാമെന്ന് പറഞ്ഞ് അർണോൾഡിനെയും പറഞ്ഞു വിടുന്നുണ്ട്. അതിനുശേഷം ജാക്കും ഡീനും ടിമ്മിയും ടുവയും കൂടെ മാത്രമായിട്ട് അവിടെ നിന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഡീൻ ഈ ഒരു വർക്ക് ചെയ്തിരുന്ന കാര്യം ആകെ ഇവർക്ക് മാത്രമേ അറിയാം, അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ ആരാരെങ്കിലും ലീക്ക് ചെയ്തെന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ടുവ പറയുന്നുണ്ട് ഏതോ ഒരു ഫേക്ക് അക്കൗണ്ടിൽ നിന്നാണ് നമ്മുടെ ഗ്രൂപ്പിലേക്ക് അയച്ചേക്കുന്നത്, നിന്നെ ടാർഗറ്റ് ചെയ്ത് തന്നെ ആരോ ചെയ്തതാണെന്ന് പറയുന്നുണ്ട്. ആ സമയം ഡീനിന് ശരിക്കും ഡൗട്ട് പോകുന്നത് ജാക്കിനെയാണ്. അതുകൊണ്ട് തന്നെ നിനക്ക് എൻ്റെ അടുത്തുള്ള ദേഷ്യം തീർക്കാനായിട്ട് നീ ഇങ്ങനെ ചെയ്തെന്ന് ചോദിക്കുമ്പോൾ ജാക്കാണെങ്കിൽ ഞാനെന്തിനാ ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ നിനക്ക് എൻ്റെ ദേഷ്യം ഉണ്ടല്ലോ എന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. ജാക്ക് ഇപ്പോൾ ഉണ്ട്, പക്ഷേ അത് നീ ഈ ജോലി ചെയ്തേനല്ല, അതിന് പകരം നീ ഈ ജോലി നിർത്തിയെന്ന് പറഞ്ഞിട്ടും എൻ്റെ അടുത്ത് കള്ളം പറഞ്ഞ് ഈ ഒരു ജോലി കണ്ടിന്യൂ ചെയ്തേനാണെന്ന് പറയുന്നുണ്ട്. ആ സമയം ഡീനാണെങ്കിൽ അതെനിക്ക് പൈസയ്ക്ക് ആവശ്യം ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഞാൻ ഫിനാൻഷ്യലി സ്ട്രഗിൾ ചെയ്യുന്ന കാര്യം നിനക്കും അറിയാന്നുള്ളതല്ലേ എന്ന് പറയുമ്പോൾ ജാക്ക് പറയുന്നുണ്ട് പക്ഷേ നിനക്ക് വേറെ ചോയ്സ് ഉണ്ടായിരുന്നു, എന്നിട്ട് നീ അത് തന്നെ കണ്ടിന്യൂ ചെയ്തില്ലേന്ന്. ആ സമയം ഡീനാണെങ്കിൽ എന്തായാലും ഇപ്പോൾ എല്ലാവരും എന്നെ ജഡ്ജ് ചെയ്ത് തുടങ്ങി കഴിഞ്ഞു, ഞാൻ ചെയ്തതിന് ഞാൻ അനുഭവിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ നടന്നു പോകുന്നുണ്ട്. അതിനുശേഷം അർണോൾഡും ടുവയെ ഒരുമിച്ചിരിക്കുകയാണ്. ആ സമയം ടുവയാണെങ്കിൽ എൻ്റെ ഫ്രണ്ട്സ് ഇടയ്ക്കിങ്ങനെ ഡ്രാമാറ്റിക് ആവാറുണ്ട്, അതാണെങ്കിൽ ആ ഒരു പ്രശ്നം ഉണ്ടായത് കാരണം ഇന്ന് സ്ക്രിപ്റ്റ് റീഡിംഗ് നടന്നില്ല, സോറി എന്ന് പറയുന്നുണ്ട്. ആ സമയം അർണോൾഡ് ആണെന്ന് കുഴപ്പമില്ല, ജാക്കിൻ്റെ സ്ഥാനത്ത് ഞാനായിരുന്നാൽ പോലും എല്ലാവരും അപ്പോൾ പറഞ്ഞു വിട്ടേനെ, പിന്നെ ഡീ ഇപ്പോൾ ഓക്കെ ആണെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്ക് ഞാൻ സംസാരിച്ചായിരുന്നു, അവൻ ഓക്കെ കാണുമെന്ന് പറയുന്നുണ്ട്. അർണോൾഡ് അപ്പോൾ അതെന്തായാലും ഇപ്പോൾ ഫ്രീ ടൈം കിട്ടി നന്നായി, എനിക്കൊരു ടിക്ടോക്കർ ആവാൻ ഒരു അവസരം കിട്ടിയല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ ഫോണിൽ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്ത് ഡാൻസ് ഒക്കെ ചെയ്യാനേ തുടങ്ങുന്നുണ്ട്. ആ സമയം ടുവയാണെങ്കിൽ ഡാൻസ് ചെയ്യുന്നതിന് ഭയങ്കര കൂളാണെന്ന് പറയുമ്പോൾ അതിപ്പോൾ പ്രാക്ടീസ് ചെയ്ത് ആർക്കും പറ്റുമെന്ന് പറഞ്ഞിട്ട് ടുവേനെ വിളിച്ച് ചേർത്തി ഡാൻസ് കളിക്കാനേ തുടങ്ങുന്നുണ്ട്. എന്നാൽ ടുവയ്ക്ക് ഈ കളിച്ചിട്ട് ശരിയാവാത്തോണ്ടെങ്കിൽ ഇവിടെ നിന്ന് കണ്ടോളാന്ന് പറയുന്നുണ്ട്. ആ സമയം അർണോൾഡ് എനിക്കൊരു കാര്യം ചോദിക്കാനായിട്ടുണ്ടായിരുന്നു, നീയും ബോസ്റ്റൺ തമ്മിൽ എന്താ കണക്ഷൻ, നീയാണെങ്കിൽ അവൻ്റെ അടുത്തുള്ളപ്പോൾ ഒരുമാതിരി അൺകംഫർട്ടബിൾ ആയിട്ട് ഇരിക്കുന്ന പോലെ എനിക്ക് തോന്നി, എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ടുവ അപ്പോൾ അതൊരു വലിയ
വലിയ കഥയാണെന്ന് പറയുമ്പോൾ അർണോൾഡ് സമയമുണ്ടെന്ന് നീ പറഞ്ഞു, ഇനിയിപ്പോൾ നിനക്ക് പറയാൻ താല്പര്യമില്ല ഞാൻ ചോദിക്കത്തില്ല, പക്ഷേ നിന്നെ കണ്ടപ്പോൾ ഒരുമാതിരി ഇരിക്കുന്ന പോലെ തോന്നി, അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ചോദിച്ചതെന്ന് പറയുന്നുണ്ട്. ട്യൂവേ അപ്പോൾ അത് പിന്നെ ഞാൻ നിന്നോട് പറഞ്ഞില്ലായിരുന്നോ, കഴിഞ്ഞ വർഷം എനിക്ക് എൻ്റെ ഫസ്റ്റ് കിസ് കിട്ടിയെന്ന്, അത് അവനുമായിട്ടായിരുന്നു. പക്ഷേ എനിക്കാണെങ്കിൽ അവൻ്റെ അടുത്ത് ഫീലിങ്സ് ഒക്കെ തോന്നി, പക്ഷേ അവൻ അങ്ങനെയും തോന്നിയില്ല, അതുകൊണ്ട് തന്നെ അവൻ എന്നെ ഇട്ടിട്ട് പോയി. മേ ബി അവന് വേറെ ആരെങ്കിലും കിട്ടിക്കാണും, പക്ഷേ ഇപ്പോൾ എനിക്ക് അവൻ്റെ അടുത്ത് ഫീലിങ്സ് ഒന്നും ഇല്ല, പെട്ടെന്ന് അവനെ കണ്ടപ്പോൾ എന്തോ പോലെ തോന്നിയതാണെന്ന് പറയുന്നുണ്ട്. സമയം അർണോൾഡ് പറയുന്നുണ്ട്, അവനെപ്പോലെ ഒരു തന്നെ നിന്റെ ഫസ്റ്റ് ടൈം കിട്ടാനായിട്ട് തീരെ ഡിസർവിങ് അല്ല. എന്തായാലും ഇനി അവൻ നിന്റെ അടുത്ത് വരുന്ന സമയത്ത് നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുവാണെങ്കിൽ നീ എന്നോട് പറഞ്ഞാൽ മതി, അപ്പം തന്നെ ഞാൻ വന്നിട്ട് നിന്നെ പ്രൊട്ടക്ട് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. ആ സമയം ട്യൂവ നീ എന്താ എൻ്റെ ബോഡി ഗാർഡ് ആവാൻ പോകണമെന്ന് നോക്കുമ്പോൾ ഉറപ്പായിട്ടും നിന്നെപ്പോലെ ഇത്രയും സ്നേഹമുള്ളൊരു പയ്യൻ ഒത്ര കാലമൊന്നും സിംഗിളായിട്ടിരിക്കത്തില്ല, നീ പേടിക്കേണ്ട, അതുവരെ എന്തായാലും ഞാൻ അതിനെ പ്രൊട്ടക്ട് ചെയ്യുമെന്ന് തന്നെ പറയുന്നുണ്ട്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നീ എൻ്റെ അടുത്ത് അറിയിക്കണമെന്നും പറയുന്നുണ്ട്. ആ സമയം ട്യൂവയും ഓക്കെ എന്ന് തന്നെ പറയാണ്. അതിനുശേഷം അർണോൾഡ് വീണ്ടും അവൻ്റെ ഡാൻസിങ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അടുത്ത് കാണിക്കുന്നത് റാഫി സ്മോക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവൻ്റെ അടുത്തേക്ക് റോം വരുന്നതാണ്. റോം വന്നിട്ട് ആ ഒരു വീഡിയോ ലീക്ക് ചെയ്തത് നീയല്ലേ നീ ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും ഞാൻ ചെയ്തെന്ന് നീ എന്തുകൊണ്ട് വിചാരിക്കുന്നു എന്ന് തിരിച്ചു ചോദിക്കുന്നുണ്ട്. റോം ആ സമയം അതിന് കാരണം നീ എൻ്റെ ആ ഒരു പാർട്ടിയിലേക്ക് വന്നതിന് ശേഷമാണ് ആ ഒരു വീഡിയോ ലീക്കായത്, അപ്പം നീ ആയിരിക്കില്ല ചെയ്തതെന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും നീ എന്തിന് എന്നെ സംശയിക്കണം, അതിപ്പോൾ ആ ഒരു വർക്ക് ചെയ്ത ഒരാളാണെങ്കിൽ എപ്പോൾ വേണമെങ്കിലും ആ ഒരു വീഡിയോ ലീക്കാവും എന്നൊരു ചിന്തയോടെ വേണ്ട ജീവിക്കാനായിട്ട്. പിന്നെ ഡീൻ ആ ഒരു വർക്ക് ചെയ്തുകൊണ്ടിരുന്ന കാര്യം അതിപ്പോൾ അവന് മാത്രമല്ലല്ലോ, കുറേ പേർക്ക് അറിയാമായിരുന്നല്ലോ, അപ്പോൾ ആരും ചെയ്ത് ആയിക്കൂട്ടി എന്നിങ്ങനെ പറയുന്ന സമയത്ത് റോം പറയുന്നുണ്ട്, ഇനി എൻ്റെ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കാൻ നീ വിചാരിക്കേണ്ട, ഇനി നീ എന്ത് കളത്തരം പറഞ്ഞാലും ഞാൻ നിന്നെ വിശ്വസിക്കത്തുമില്ലാന്ന്. ആ സമയം റാഫി ആണെങ്കിൽ നേരെ ഞാൻ പോയി ജാക്കിനെ സമാധാനിപ്പിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നടന്നു പോകാനേ തുടങ്ങുന്നുണ്ട്. റോം ആ സമയം ചോദിക്കുന്നുണ്ട്, അവൻ നിന്നെ അക്സെപ്റ്റ് ചെയ്യുന്ന നിനക്ക് തോന്നുന്നുണ്ടോന്ന്. ആ സമയം റാഫി എന്തായാലും എനിക്കിപ്പോൾ ഒരു ചാൻസ് ഉണ്ടല്ലോ, എന്തായാലും ഒരു പോയിന്റ് സ്കോർ ചെയ്യാൻ ട്രൈ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞ് അവൻ നേരെ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. അതേസമയം തന്നെ ഡീനാണെങ്കിൽ ഓഡിറ്റോറിയത്തിൽ അവൻ്റെ ഫാമിലി ഫോട്ടോ ഇങ്ങനെ വിഷമിച്ചിരിക്കുമായിരുന്നു. ആ സമയമാണ് അങ്ങോട്ടേക്ക് ജാക്ക് വരുന്നത്. ജാക്കിനെ കാണുന്നതും നീയുമായിട്ട് വഴക്കിടാൻ എനിക്ക് യാതൊരു താല്പര്യമില്ല എന്ന് ഡീൻ പറയുന്നുണ്ട്. ജാക്ക് അപ്പോൾ ഞാൻ വഴക്കിടാൻ വേണ്ടി വന്നതല്ല, ഇങ്ങനെ സംസാരിക്കാനായിട്ട് വന്നതാണ്. എനിക്കറിയാം നീ ആ ഒരു ഹോസ്റ്റായിട്ട് ജോലി ചെയ്തത് നിൻ്റെ ഫാമിലിയുടെ കടങ്ങൾ തീർക്കാനും നിൻ്റെ ചേച്ചീനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണെന്നാണ്, പക്ഷേ നീ എൻ്റെ അടുത്ത് ഹെൽപ്പ് ചോദിക്കുക, നീ മറ്റൊരാളുടെ ഹെൽപ്പ് തേടിപ്പോയി, നീ ഒരിക്കൽ പോലും എൻ്റെ അടുത്തേക്ക് വന്നിട്ടില്ല എന്ന് പറയുമ്പോഴത്തേക്കും അത് പിന്നെ നിനക്ക് ഞാൻ ഒരു ബുദ്ധിമുട്ടായി മാറണം എന്നെനിക്ക് ആഗ്രഹമില്ലാത്തത് കൊണ്ടാണെന്ന് തിരിച്ച് ഡീൻ പറയുന്നുണ്ട്. ആ സമയം ജാക്ക് പറയുന്നുണ്ട് സ്വന്തം പാർട്ണറിനെ ആരും ഒരു ബുദ്ധിമുട്ടായിട്ട് കണക്കാക്കാറില്ലെന്ന്. എന്നിട്ട് ഡീനിൻ്റെ അടുത്തേക്ക് ചെന്നിരുന്നിട്ട് പറയുന്നുണ്ട്, എനിക്ക് എന്നോട് എത്ര ദേഷ്യം തോന്നിയാലും ഒരിക്കലും ഞാൻ ഒരു വീഡിയോ ലീക്കാക്കത്തില്ല, കാരണം നിന്നെ ഹേർട്ട് ചെയ്യണമെന്ന് എനിക്ക് യാതൊരു താല്പര്യമില്ലാന്ന്. അതും പറഞ്ഞുകൊണ്ട് തന്നെ ജാക്ക് ഡീനെ കിസ് ചെയ്യുന്നുണ്ട്. ആ സമയം ഡീൻ കരാനായി തുടങ്ങുമ്പോൾ നീ ഇങ്ങനെ വീക്കാവുന്നതൊക്കെ ഞാൻ കണ്ടിട്ട് ഒരുപാട് കാലമായി, നീ വീക്കായെന്ന് പറഞ്ഞ് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, അതുകൊണ്ട് തന്നെ നിൻ്റെ ഇമോഷൻസ് എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്തോ ഞാൻ ഒരിക്കലും നിന്നെ ജഡ്ജ് ചെയ്യത്തില്ല, എപ്പോഴും നിൻ്റെ കൂടെ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഡീൻ കരയുമ്പോൾ വീണ്ടും അവനെ സമാധാനിപ്പിക്കുന്നുണ്ട്. ആ സമയം ഡീനാണെങ്കിൽ ഞാൻ കാരണം വരെ നീ റീഹാബിലേഷൻ സെൻറ്ററിലേക്ക് പോവേണ്ടി വന്നത്, ഐ എം സോറി എന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ജാക്കും സോറി എന്ന് പറഞ്ഞിട്ട് രണ്ടൊരു വീണ്ടും കിസ് ചെയ്യാണ്. ആ സമയം അങ്ങോട്ടേക്ക് റാഫി വന്നിട്ടുണ്ടായിരുന്നു. റാഫി ഇത് കാണുന്നുണ്ടായിരുന്നു. അതും കാണിച്ചുകൊണ്ടാണ് ഈ ഒരു എപ്പിസോഡ് ഇവിടെ എൻഡ് ആവുന്നത്. സോ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ വരുന്നത് വരെ ബൈ.